എനിക്ക് യുൻസുവിനെ ഇഷ്ടമാണ്. പക്ഷെ യുൻസു എന്നെ റിജക്ട് ചെയ്തു എന്ന് ജംഗു അച്ഛന്റെ അമ്മയടുത്തും പറയും. അത് കഷ്ടമായി പോയി. ഞാൻ യുൻസുവിന്റെ പ്രായമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇയാളെ ഞാൻ ഡേറ്റ് ചെയ്തിരുന്നേനെന്ന് അമ്മ തമാശയായിട്ട് പറയും. ജംഗ്ഷന്റെ മിസ് കോൾ കണ്ടിട്ട് യുൻസു തിരിച്ചു വിളിക്കും. ഞാൻ ഇവിടെ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാമെന്ന് അവൻ അവളോട് പറയും. യുൻസു വരുമ്പോൾ ജംഗ്ഷൻ അവളെയും കൊണ്ട് വീട്ടിലേക്ക് പോകും. അവിടെ റൂഫ് ടോപ്പില് അവൻ നട്ട കുറേ ചെടി ഉണ്ടായിരുന്നു. അതില് ആ വോളിൽ നിന്ന് പൂക്കുന്ന പൂവുള്ള ചെടിയുണ്ട്. അത് അവൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കും. കൂട്ടത്തില് അവൻ കൊണ്ടുവന്ന റിങ്ങും കൊടുക്കും. ആ റിങ് അവൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തതാണ്. നമുക്ക് ഒന്നിച്ച് താമസിക്കാമെന്ന് അവൻ സജസ്റ്റ് ചെയ്യും. എന്നാൽ എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണമെന്നാണ് യുൻസു അവനോട് പറയുന്നത്. ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിന് എന്തോ പ്രശ്നം പറ്റിയിട്ട് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ അത് നേരത്തെ നിർത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അപ്പോൾ യുൻസുവിന്റെ ഡ്രാമ നേരത്തെ ടെലികാസ്റ്റ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് റെഡി ആണോ എന്ന് ജംഗു ചോദിക്കും. അവൾ ഓൾറെഡി കുറെ എപ്പിസോഡ്സ് എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഡ്രാമ ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ റെഡിയാണെന്ന് യുൻസു സമ്മതിക്കും. അത് കേൾക്കുമ്പോൾ ജംഗുവിനും ജൂഹയ്ക്കും സന്തോഷമാവും. അവർ ആ സന്തോഷത്തിൽ വരുന്നതന്നെയാണ് ഡയറക്ടർ മിന്നിനെയും ഹോങ്ങയും കാണുന്നത്. ഹോങ്ങ സംഭവം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് യുൻസുനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ജംഗുവിനെ കാണുമ്പോൾ ഹോങ്ങ പരാതി പറയും. ഇതിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല, ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷന്റെ തീരുമാനമാണെന്ന് ജംഗു അവളോട് പറയുന്നുണ്ടേ. എന്റെ ഡ്രാമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി വെച്ചേക്കുന്ന ആക്ടേഴ്സിനെ ആരെങ്കിലും യുൻസുവിന്റെ ഡ്രാമയിലേക്ക് എടുക്കുകയാണെങ്കിൽ അത് പ്രശ്നമാവും എന്നുള്ള രീതിക്ക് ഹോങ്ങ സംസാരിക്കും. എത്രയും പെട്ടെന്ന് അവരുടെ ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് കാസ്റ്റിംഗ് റെഡിയാക്കണമെന്ന് ഡയറക്ടർ മിന്നും ഹോങ്ങയും കൂടി തീരുമാനിക്കും. എല്ലാവരും കൂടി കഴിക്കാനിരിക്കുമ്പോൾ ഒരു കോൾ വരും. ജംഗ്ഷൻ ആണ് അത് അറ്റൻഡ് ചെയ്യുന്നത്. ഫുഡ് ഇൻസ്പെക്ടേഴ്സ് ഇതിന്റെ ഇടയ്ക്ക് അവിടെ ഇൻസ്പെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഹോട്ടലിനെ സ്റ്റാർ റേറ്റഡ് ഹോട്ടലായിട്ട് ഉയർത്തിയിട്ടുണ്ടെന്നുള്ള സന്തോഷ വാർത്തയാണ് ഷെയർ ചെയ്യുന്നത്. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവും. അവർ ഒരുപാട് കാലമായിട്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ബൂജുണ്ണും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. കാരണം അവൻ എന്തുമാത്രം കഷ്ടപ്പാടിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് ബൂജുൺ നേരിട്ട് കണ്ടിട്ടുണ്ട്. ജംഗ്ഷൻ അന്നേരം തന്നെ യുൻസുവിനെ വിളിക്കും. അവൾ ആത്മാർത്ഥമായിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യും. ജംഗുവും ഈ ന്യൂസ് അറിയും. അവനും സന്തോഷവും. അതോടുകൂടി റെസ്റ്റോറന്റിലെ റിസർവേഷൻസ് ഒക്കെ ഫുള്ളാവും. ഹോങ്ങ റെസ്റ്റോറന്റിലേക്ക് വരും. എനിക്ക് ഇയാളെ മനസ്സിലാവുന്നില്ല. ബൂജുൺ എന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും എങ്ങനെയാണ് ബൂജുണിനെ ഡേറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നതെന്ന് അവള് സൂചകന്റെ അടുത്ത് ചോദിക്കും. അതൊരു വലിയ തെറ്റല്ല. നമ്മളൊരാളെ സ്നേഹിക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരു പോയിന്റിൽ ചിലപ്പോൾ നമുക്ക് മറ്റൊരാളെയും സ്നേഹിക്കാൻ പറ്റും. ഞാനും ഇപ്പോൾ എൻ്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്. എന്ന് വെച്ചിട്ട് ഞാൻ ആ പഴയ റിലേഷനിലേക്ക് പോകുന്ന അതിന് അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്കിതിൽ പ്രശ്നമില്ല എന്നാണ് സൂചൻ മറുപടി കൊടുക്കുന്നത്. എല്ലാവർക്കും എല്ലാം നല്ലതായിട്ട് പോവുകയാണ്. നിങ്ങൾ ഡേറ്റ് ചെയ്യുകയാണ്. ജംഗ്ഷന്റെ റെസ്റ്റോറന്റ് നല്ല രീതിക്ക് പോവുകയാണ്. യുൻസുവിന്റെ ഡ്രാമ പെട്ടെന്ന് തന്നെ ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. എല്ലാവർക്കും സന്തോഷമാണ്. ഞാൻ മാത്രമാണ് സങ്കടമായിട്ടിരിക്കുന്നത് എന്നുള്ള രീതിക്ക് അവൾ പരാതി പറയുമ്പോൾ അവൾക്ക് തിരിച്ച് എന്ത് മറുപടി കൊടുക്കണമെന്നറിയാതെ ബൂജൂണും സൂചകം മിണ്ടാതെ നിൽക്കും. ഡ്രാമയുടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ്. സെറ്റൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ജൂഹ യുൻസുവിനെയും ക്യുങ്ങിനെയും കൂട്ടി പോകും. പാരീസിൽ ചില സീൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് നമുക്ക് പാരീസിൽ പോയി ഷൂട്ട് ചെയ്യാമെന്ന് ജൂഹ പറയുമ്പോൾ ഫ്ലൈറ്റിൽ കയറുന്നത് യുൻസുവിന് ഇഷ്ടമല്ല. ഒരിക്കൽ മാത്രമേ യുൻസു ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ളൂ ക്യുങ് അവനോട് പറയും. ശരിക്കും ജംഗ്ഷൻ ഫ്രാൻസിൽ പോയി കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുന്നുണ്ടേ ഇവള് ഫ്രാൻസിലേക്ക് ചെല്ലുന്നുണ്ട്. അവൻ ആദ്യം ജോലി ചെയ്തിരുന്ന റെസ്റ്റോറന്റിൽ പോയി അന്വേഷിക്കുമ്പോഴത്തേക്കും അവിടുന്ന് മാറിയെന്നാണ് അവൾക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ പിന്നെ അവൾ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. ജംഗ്ഷൻ ആണെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും ഇവര് പണ്ട് ഒന്നിച്ചു പോയ ആ ഒരു ട്രെയിൻ ടിക്കറ്റ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ടാണ് ഓരോ ദിവസവും കഴിഞ്ഞിരുന്നത്. ജംഗ്ഷനും യുൻസു കൂടി മീറ്റ് ചെയ്യും. രണ്ടുപേരും പരസ്പരം കൺഗ്രാറ്റുലേറ്റ് ചെയ്യും. യുൻസു ആ റിംഗ് ജംഗ്ഷന് തിരിച്ചു കൊടുക്കും. ഞാൻ കോൺഫിഡന്റ് അല്ല എന്നാണ് അവൾ പറയുന്നത്. ഇയാൾ അടുത്തില്ലാതിരുന്ന 5 വർഷവും ഞാൻ ഇയാളെ സ്നേഹിച്ചുകൊണ്ടിരുന്നു. മറ്റൊരാളെ കുറിച്ച് പോലും ഞാൻ അന്ന് ആലോചിച്ചിട്ടില്ല. വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയപ്പോൾ അത് ഫേറ്റ് ആണ്, നല്ല രീതിക്ക് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് അവൾ പറയുമ്പോഴത്തേക്കിനും എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാനും അച്ഛനും ഞങ്ങളുടെ അച്ഛന്മാരെ പോലെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും രണ്ട് വ്യക്തികളാണെന്ന് എനിക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇനിയും ട്രൈ ചെയ്യാം എന്നുള്ള രീതിക്ക് അവൻ സംസാരിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇയാളുടെ പെർഫെക്റ്റ് അല്ലാത്ത ലൈഫ് ഇയാളുമായിട്ട് ഷെയർ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അതിന് ഇയാൾ തയ്യാറില്ലായിരുന്നു. പ്രശ്നം ഇയാളല്ല ഞാനാണെന്ന് പറഞ്ഞിട്ടാണ് യുൻസു അവിടെ നിന്ന് ഇറങ്ങുന്നത്. തുറന്നു നോക്കാത്ത ആ ഒരു ബോക്സിലേക്ക് നോക്കി കുറേ നേരം ഇരിക്കും ജംഗ്ഷൻ അവിടെ. പുറത്തിറങ്ങി കഴിയുമ്പോൾ യുൻസു പൊട്ടിക്കരയും. റെസ്റ്റോറന്റ് പിന്നെയും ഫേമസ് ആയി കഴിയുമ്പോൾ ജംഗ്ഷന്റെ ഒരു ഇന്റർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ജംഗുവിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ജംഗ്ഷന് ഇന്റർവ്യൂ കൊടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ജംഗുവിന് അറിയത്തില്ല. അവനെ വിളിച്ച് ചോദിക്കാനും വയ്യ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആലോചിച്ചതിന് ശേഷം കോൺട്രാക്ട് അവസാനിപ്പിക്കാനുള്ള പ്രപ്പോസലുമായിട്ട് ജംഗു ഒരാളെ ജംഗ്ഷന്റെ അടുത്തേക്ക് പറഞ്ഞു വിടും. അമ്മയും ഡാനിയലും കൂടി റെസ്റ്റോറന്റിലേക്ക് വരുമ്പോൾ അവിടെ നിറച്ച ആളാണ്.
ഒരുപാട് കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് അവരങ്ങനെ കാണുന്നത്. രണ്ടുപേർക്കും സന്തോഷമാവും. ഒരു ഫ്രണ്ടിന് ഈ റെസ്റ്റോറൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്ന് ഡാനിയിൽ പറയും. ജംഗ്ഷന് അതിൻ്റെ ഒന്നും ആവശ്യം ഇപ്പോൾ ഇനി ഇല്ലാന്ന് അമ്മ അയാളോട് പറയും. അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് ചിരിച്ചുകൊണ്ടാണ് ജംഗ്ഷൻ നോക്കുന്നത്. അവനിപ്പോൾ പഴയതുപോലെ ദേഷ്യമൊന്നും ഇല്ലാന്ന് അമ്മയ്ക്ക് മനസ്സിലാവും. യുൻസുവിനെ പറ്റി തിരക്കുമ്പോൾ ജംഗ്ഷൻ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. അവർക്കിടയിൽ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലാവും. ഷെഫ് സോങ് ജംഗ്ഷനെ കാണാനായിട്ട് വരും. ഇയാളാണ് നേരത്തെ ജംഗുവിന്റെ കൂടെ ഇവിടെ വന്നത്. ഹോങ്കോങ്ങിലെ ഒരു റെസ്റ്റോറന്റ് ഏറ്റെടുത്ത് നടത്താനുള്ള ഓഫറുമായിട്ടാണ് അയാൾ വന്നേക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഓഫറുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ജംഗ്ഷൻ ചോദിക്കുമ്പോൾ അന്ന് ഇയാൾ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഷെഫ്സ് ഇയാളെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം എല്ലാവർക്കും ഇപ്പോൾ പൈസ മാത്രമേ നോട്ടമുള്ളൂ. തനിക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായ ബോധ്യം ഇയാൾക്കുണ്ടായിരുന്നു. അന്ന് എൻ്റെ ഓഫർ സ്വീകരിക്കാതെ ഇയാളുടെ മെനു തന്നെ വേണമെന്ന് വാശി പിടിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഈ ഷെഫ് പറയുന്നത്. എനിക്ക് പക്ഷേ ഗുഡ് സൂപ്പ് നടത്തിക്കൊണ്ട് പോകാനാണ് താല്പര്യം എന്ന് അവൻ പറയുമ്പോൾ ആദ്യത്തെ 6 മാസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, അതിനുശേഷം 2 റെസ്റ്റോറൻറ്റും ഒരുപോലെ നോക്കി നടത്താനായിട്ട് ഇയാൾക്ക് പറ്റുമെന്ന് ഷെഫ് സോങ് അവന് ഉറപ്പ് കൊടുത്തു. ജംഗുവും ഡയറക്ടർ മിന്നും കൂടി മീറ്റ് ചെയ്യും. ഹോങ്ങയുടെ ഡ്രാമയും മറ്റൊരു ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനിൽ യുൻസുവിന്റെ ഡ്രാമയുടെ അതേ ടൈം സ്ലോട്ടിൽ തന്നെയാണ് ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് അവർ തിരഞ്ഞെടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കമ്പനിയിലെ 2 ഡ്രാമാസ് തമ്മിലുള്ള മത്സരമാവും. പറ്റുവാണെങ്കിൽ ഹോങ്ങയുടെ ഡ്രാമ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ടെലികാസ്റ്റ് ചെയ്താൽ മതിയോ എന്ന് ജംഗു ചോദിക്കുമ്പോൾ ഡയറക്ടർ മിന്നിന് അത് സമ്മതമാണ്. പക്ഷെ ഹോങ്ങ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് ഡയറക്ടർ മിൻ പറയും. പറഞ്ഞുകൊണ്ട് തന്നെ ഹോങ്ങ അതിന് സമ്മതിക്കുന്നില്ല. എന്തിനാണ് എൻ്റെ ഡ്രാമ ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് താമസിക്കുന്നത്? യുൻസുവിന്റെ ഡ്രാമ നേരത്തെ ആക്കിയത് എൻ്റെ കുറ്റമല്ലല്ലോ. രണ്ടും 2 ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻസ് അല്ലേ. എനിക്ക് ആ ടൈം സ്ലോട്ട് തന്നെ വേണം, എന്നാൽ മാത്രമേ കൂടുതൽ ആളുകൾ ഡ്രാമ കാണത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ബഹളം വെക്കും. പക്ഷെ അതാണ് നല്ലത്, രണ്ടും നമ്മുടെ കമ്പനി എന്നുള്ള ഡ്രാമാസ് ആണെന്നുള്ള രീതിയിൽ ജംഗു സംസാരിക്കും. അവൾ അതിന് സമ്മതിക്കത്തില്ല. അവൾ ഒറ്റയ്ക്ക് പോയിരുന്ന കാര്യം ഇത് കണ്ടോണ്ടാണ് യുൻസു അവിടേക്ക് വരുന്നത്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അവർ വിചാരിക്കുന്ന പോലെ തന്നെ നടക്കുന്നുണ്ട്. എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ? ഞാൻ എപ്പോഴും തോറ്റു പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. പണ്ട് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ട് എൻ്റെ ഡ്രാമ ഒരിടത്തും സെലക്ട് ആകാത്ത ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ തിരിച്ചു പോയതുപോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഹോങ്ങ കരയുമ്പോൾ ഒന്നും മിണ്ടാതെ യുൻസു അവളുടെ അടുത്തിരുന്ന് അതെല്ലാം കേട്ട് അവളെ ആശ്വസിപ്പിക്കും. എല്ലാവരും പഴയ ആളുകൾ തന്നെയാണ്, സിറ്റുവേഷൻസ് ഒന്നും വലുതായിട്ട് മാറിയിട്ടില്ല, എല്ലാവരും എപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് യുൻസു അവളെ ആശ്വസിപ്പിക്കും. അന്ന് രാത്രി ജംഗ്ഷൻ യുൻസുവിന്റെ വീട്ടിലേക്ക് വരും. ലൈറ്റ് ഒന്നും ഇല്ലാന്ന് കാണുമ്പോൾ അവൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ തീരുമാനിക്കും. പക്ഷെ അവൾ അന്ന് വീട്ടിലേക്ക് വരത്തില്ല. യുൻസു സ്ക്രിപ്റ്റ് തീർക്കാൻ വേണ്ടിയിട്ട് ജംഗുവിന്റെ ഓഫീസിലിരുന്ന് രാത്രി വൈകിയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജൂഹ ഉറങ്ങിപ്പോവും. റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി നടക്കുന്ന യുൻസു ജംഗുവിന്റെ ഓഫീസിൽ ലൈറ്റ് കിടക്കുന്നത് കാണും. അവൾ അങ്ങോട്ടേക്ക് ചെന്ന് ബാൽക്കണിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ജംഗു അവിടേക്ക് വരും. യുൻസുവിനെ അവിടെ കണ്ട ജംഗു കൺഫ്യൂസ്ഡ് ആവും. ലൈറ്റ് കിടക്കുന്നത് കണ്ട് ഓഫ് ചെയ്യാൻ വന്നതാണ്, അന്നേരം ബാൽക്കണിയിലോട്ട് നിന്ന് കാഴ്ചകളൊക്കെ കണ്ടുവന്നേ ഉള്ളൂ എന്ന് യുൻസു അവനോട് പറയും. ഇപ്പോഴും ഇയാളുടെ ഡ്രാമയുടെ എൻഡിങ് ഹാപ്പി എൻഡിങ് ആണോ എന്ന് ജംഗു ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ ഉറപ്പില്ല എന്നാണ് അവൾ മറുപടി പറയുന്നത്. പിറ്റേ ദിവസം ജംഗു വന്ന് നോക്കുമ്പോൾ മീറ്റിംഗ് റൂമിൽ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും യുൻസു. അവൻ പതുക്കെ അവളെ ഉണർത്താതിരിക്കാൻ കോട്ടനൊക്കെ മാറ്റിയിട്ടിട്ട് തണുക്കാതിരിക്കാൻ കോട്ടും മൂരി അവളെ പുതപ്പിച്ചിട്ടാണ് പോകുന്നത്. ജംഗ്ഷനും യുൻസുവും തമ്മിൽ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. അതുകൊണ്ട് ജംഗ്ഷൻ കാണണം എന്ന് പറഞ്ഞിട്ട് അവളെ വിളിക്കും. ഹോങ്കോങ്ങിലൊരു റെസ്റ്റോറൻറ്റിൽ ഹെഡ് ഷെഫ് ആകാനായിട്ട് എനിക്കൊരു ഓഫർ കിട്ടിയിട്ടുണ്ട്. എൻ്റെ കൂടെ വരാൻ താല്പര്യമുണ്ടോ? നമ്മൾ ഒന്നിച്ച് വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെയായിരുന്നു അങ്ങനെ മാറാൻ സാധിക്കുമായിരിക്കുമെന്ന് അവൻ പറയും. പണ്ടത്തേതുപോലെ ആകുക എന്ന് പറയുമ്പോൾ ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് യുൻസു അതിന് മറുപടി പറയുന്നത്. അവൾ അവനെ റിജക്ട് ചെയ്യുകയാണെന്ന് ജംഗ്ഷന് മനസ്സിലാവും. അവന് വിഷമമാവും. പിറ്റേ ദിവസം അമ്മ ജംഗ്ഷനെ കാണാൻ വരും. അവന്റെ റൂമിന്റെ അവസ്ഥയൊക്കെ കാണുമ്പോൾ എന്താണ് കാര്യം എന്ന് അമ്മ ഊഹിക്കും. എന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, പോകാൻ തീരുമാനിച്ചവരെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടുന്ന് പോകും. പക്ഷെ അമ്മ യുൻസുവിനെ വിളിക്കും. യുൻസു ആണോ ജംഗ്ഷനുമായിട്ട് ബ്രേക്കപ്പ് ആയത്, അവൻ എന്തായാലും അത് ചെയ്യാൻ പോകുന്നില്ല എന്ന് അമ്മ പറയുമ്പോൾ ആണെന്ന് അവൾ സമ്മതിക്കും. അവന് ഹോങ്കോങ്ങിൽ നിന്ന് ഒരു ഓഫർ വന്ന കാര്യം അറിയാമല്ലോ. അവിടെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ അവന്റെ മനസ്സ് മാറുമെന്ന് അമ്മ പറയും. അന്നേരം അവൾ മിണ്ടാതിരിക്കും. ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് നിനക്ക് ദേഷ്യം വരുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ ഒരു സത്യമാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ അതിന് മറുപടി പറയാത്തതെന്ന് അവൾ പറയും. നിങ്ങൾ ബ്രേക്കപ്പ് ആയതുകൊണ്ട് ഇനിയും നമ്മൾ തമ്മിൽ കാണത്തില്ലേ എന്ന് അമ്മ ചോദിക്കും. നമുക്ക് തമ്മിൽ സംസാരിക്കാനും മീറ്റ് ചെയ്യാനും അതൊരു തടസ്സമല്ല എന്നാണ് യുൻസു പറയുന്നത്. അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് സന്തോഷവും. ഹോങ്ങയ്ക്ക് ഇങ്ങനെ കാണാൻ വരുമ്പോൾ ജംഗ്ഷനും യുൻസുവും കൂടി ബ്രേക്കപ്പ് ആയ കാര്യം അറിയും. ടെലികാസ്റ്റിംഗ് ടൈം മാറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും ജംഗുവിനെ കാണാനായിട്ട് ഹോങ്ങ വരും. ഇയാൾ പറയുന്നതിൽ ന്യായമുണ്ട്. ഞാൻ ആലോചിച്ചപ്പോൾ ഒരാളുടേത് കേബിൾ നെറ്റ്വർക്കിലും മറ്റേത് വേറൊരു ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനിലുമാണ്. അതുകൊണ്ട് നമ്മളുടെ കമ്പനിയാണ് രണ്ടും
പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിലും അതിൽ വലിയ പ്രശ്നം വരുന്നില്ല. ഇയാൾക്ക് അപ്സെറ്റ് ആകാനുള്ള എല്ലാ അവകാശവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് സമയം മാറ്റണ്ടെന്ന് ജംഗു അവളോട് പറയും. അത് അവൾ പ്രതീക്ഷിക്കുന്നില്ല. ആക്ടേഴ്സിന്റെ കാര്യത്തിൽ അവൾക്ക് തർക്കമുണ്ട്. പക്ഷെ അവരും അവരുടെ പ്രൈം ടൈമിൽ ഫേമസ് ആയിരുന്നു എന്ന് ജംഗു അവളെ ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് കൂടുതൽ തർക്കത്തിന് അവൾ പിന്നെ നിൽക്കത്തില്ല. ജങ്സനും യുൻസും കൂടി ബ്രേക്കപ്പ് ആയി. ഇപ്പൊ വേണമെങ്കിൽ ഇയാൾക്കൊന്ന് ട്രൈ ചെയ്യാം, ഇയാളുടെ ചാൻസ് ആണെന്ന് നമ്മൾ ജംഗുവിനെ ഓർമ്മിപ്പിക്കും. പക്ഷെ ജംഗുവിന് അതിൽ ഇൻട്രസ്റ്റ് ഇല്ല. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. ഡ്രാമയുടെ ഷൂട്ടിംഗ് ഉടനെ തന്നെ തുടങ്ങും. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും. ബിസി ആണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ജംഗു ഡ്രൈവറിന്റെ അടുത്ത് ഫുഡ് കൊടുത്തയക്കും. കൺവീനിയൻസ് സ്റ്റോറിലേക്ക് പോകാൻ ഇറങ്ങുന്ന യുൻസു ഇത് കാണുമ്പോൾ കാറിലിരിക്കാതിരുന്ന ജംഗുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് കഴിച്ചോന്ന് ചോദിക്കും. ഇല്ലാന്ന് പറയുന്നുണ്ട്. ജൂഹിയും ക്യുങ്ങും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവള് വീട്ടിലേക്ക് വിളിക്കും. കൺവീനിയൻസ് സ്റ്റോറിലേക്ക് പോവാണെന്ന് അറിയുമ്പോഴത്തേക്കും ജംഗുവും അവളുടെ കൂടെ ചെല്ലും. അവിടുന്ന് തിരിച്ചു വരുമ്പോൾ വെയിറ്റ് ഉള്ള കവറെല്ലാം ജംഗുവാണ് പിടിച്ചേക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അതിലൊരെണ്ണം വാങ്ങിക്കാനായിട്ട് അവൾ ശ്രമിക്കുമ്പോൾ കവർ താഴെ പോകും. പണ്ട് ജംഗ്ഷന്റെ കൂടെ വരുമ്പോൾ ഇങ്ങനെ സംഭവിച്ചപ്പോൾ അവൻ ദേഷ്യപ്പെട്ടത് അവൾ ഓർക്കും. പക്ഷെ ജംഗു ആണെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. അതേ യുൻസുവിന് ടച്ചിങ് ആയിട്ട് തോന്നും. പണ്ടത്തെ ഓക്വേർഡ്നെസ് ഒന്നും ഇപ്പം അവർക്ക് തമ്മിലില്ല. രണ്ടുപേരും കംഫർട്ടബിൾ ആയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും ഇടപെടുന്നതും. അവരൊന്നിച്ച് സംസാരിച്ചുകൊണ്ട് യുൻസുവിന്റെ വീട്ടിലേക്ക് കയറി പോകുന്നത് ജംഗ്ഷൻ യുൻസുവിന്റെ വീടിനടുത്തുള്ള പാർക്കിൽ ഇരുന്ന് കാണും. ഇയാൾ ഒറ്റയ്ക്ക് കരയുകയാണെന്ന് വെച്ചാൽ എന്നെ ഇയാളുടെ ലൈഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെന്നാണ് അതിന്റെ അർത്ഥം എന്ന് യുൻസു പറഞ്ഞത് അവൻ ഓർക്കും. ഒരുപാട് സമയം അവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് അവൻ പോകുന്നത്. ജംഗ്ഷൻ ജംഗുവിനെ കാണാൻ വരും. കോൺട്രാക്ട് അവസാനിപ്പിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. 3 വർഷത്തേക്കാണ് നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്തത്. അത് അങ്ങനെ തന്നെ പോട്ടെ. കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി കാണിക്കണം. എന്റെ ഇന്റർവ്യൂ ചോദിച്ച് വിളിക്കുന്ന ആൾക്കാരെയൊക്കെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെയുള്ള രീതിക്കാണ് ജംഗ്ഷൻ സംസാരിക്കുന്നത്. ജംഗു അത് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഹോങ്കോങ്ങിലേക്ക് 6 മാസത്തേക്ക് പോവുകയാണ്. അതിന്റെ കമ്മീഷനും കാര്യങ്ങളും ഒന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം അതെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് ഇവൻ പോകാൻ തുടങ്ങുന്നത്. യുൻസുവിന്റെ ഡ്രാമ ഉടനെ തന്നെ ടെലികാസ്റ്റ് ചെയ്യുമെന്ന് ജംഗു അവൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്കിനും അവൻ ഒരു ആത്മാർത്ഥതയില്ലാത്ത കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അത് ജംഗുവിന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ജംഗ്ഷന് ഹോങ്കോങ്ങിലേക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാവും. റെസ്റ്റോറൻറ്റിൽ എല്ലാവരും അവനൊരു പാർട്ടിയൊക്കെ റെഡിയാക്കും. 6 മാസത്തേക്ക് ബൂജുവിനെ റെസ്റ്റോറൻറ്റിനെ ഏൽപ്പിച്ചിട്ടാണ് അവൻ പോകുന്നത്. യുൻസു ഗിഫ്റ്റായിട്ട് കൊടുത്ത ഷൂസ് ഇട്ടിട്ടാണ് അവൻ പോകുന്നത്. ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോൾ അത് കാണുന്ന തന്നെ സാധാരണ ആളുകൾ ഷൂസ് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് മടിക്കും. കാരണം അവരകന്നു പോകുന്നതാണ് വിശ്വാസം. ഞാനിത് ഗിഫ്റ്റ് ചെയ്യുന്നത് ഇയാൾ എന്നെ അന്വേഷിച്ചിട്ട് വരുമെന്ന് വിചാരിച്ചിട്ടാണെന്ന് യുൻസു പറഞ്ഞത് അവൻ ഓർക്കും. രണ്ടുപേരുടെയും ടൈമിംഗ് ശരിയല്ലായിരുന്നു. ഒന്നുകിൽ യുൻസു അവനെക്കാട്ടിലും ഫാസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ യുൻസുവിനെക്കാട്ടിലും ഫാസ്റ്റ് ആയിരുന്നു. ഞങ്ങളുടെ ടൈമിംഗ് തെറ്റിപ്പോയെങ്കിലും പരസ്പരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ള വോയിസ് ഓവറിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്തോ തീരുമാനിച്ചുറച്ചിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേക്കും. അവരുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് അവൾ ഡ്രാമയിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജംഗുവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാരക്ടറിനോട് വളരെ മോശമായിട്ടാണ് അതിലെ നായിക പെരുമാറിയിരിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അയാൾക്ക് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും എന്നൊക്കെ ജൂഹ പറയുമ്പോഴത്തേക്കിനും അവൾ ആലോചിക്കുന്നത് ജംഗ്ഷൻ പോകാൻ നേരത്ത് അവളെ വിളിച്ചതും ജംഗുവിന്റെ കൂടെ ആയിരുന്നതുകൊണ്ട് അവൾ അറ്റൻഡ് ചെയ്യാതിരുന്നതുമാണ്. പാരീസിലേക്ക് പോകാനും ജംഗ്ഷൻ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൾ റിജക്ട് ചെയ്തു. ഇപ്രാവശ്യം ഹോങ്കോങ്ങിലേക്ക് പോകാൻ വിളിച്ചപ്പോഴും അവൾ റിജക്ട് ചെയ്തു. എത്രമാത്രം പരസ്പരം ആ 5 വർഷം മിസ് ചെയ്തു എന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ ജംഗ്ഷനെ കാണണം എന്ന് നമുക്ക് തോന്നും. ജംഗ്ഷൻ എപ്പോഴാണ് പോകുന്നതെന്ന് യുൻസുവിന് അറിയത്തില്ല. പക്ഷെ പഴയ തെറ്റ് ആവർത്തിക്കരുതെന്ന് അവൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജംഗ്ഷനെ എങ്ങനെയെങ്കിലും കാണണം എന്ന് വിചാരിച്ചിട്ട് അവൾ കാറും എടുത്തു പോകും.